അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ അൽ ഇഅ്റാബു വ അലാമാത്തുഹു ബ്ലോക്ക് 5 എലമെന്റ്സ് ഓഫ് അറബിക് ലാംഗ്വേജിലെ ബ്ലോക്ക് 5 യൂണിറ്റ് 2 ആണ്. അൽ ഇഅ്റാബു വ അലാമാത്ത്. ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പിന്നെ നഹ്വിൽ അറബി, അറബി ഗ്രാമറിൽ തൻഖസിമുൽ അഹ്വാലുൽ ഇഅ്റാബിയ, ഇഅ്റാബ് ഇല അർബഅത്തി അഖ്സാമിൻ, 4 വിഭാഗങ്ങളായിട്ട് തിരിയും. റയീസിയ, 4 മെയിൻ വിഭാഗങ്ങളായിട്ട്. അത് ഏതൊക്കെയാണ്? വഹിയ കമാ ഫഹിംന മിൻ ഖബ്ൽ, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. റഫ്അ്, നസ്ബ്, ജർറ്, ജസ്മ്, അതൊക്കെയാണ് 4 വിഭാഗങ്ങൾ ഇഅ്റാബ്. ഇതില് മിൻഹ മാ തഖുസ്സു അൽ അസ്മാഉ ഫഖത്ത് വഹുവൽ ജർറ്. ഇതില് ജർറ് എന്ന് പറയുന്ന ഇഅ്റാബ് ഇസ്മുകൾക്ക് മാത്രം ആയിട്ട് വരുന്നതാണ്. കാരണം മിൻഹ മാ തഖുസ്സു അൽ അസ്മാഉ ഫഖത്ത് വഹുവൽ ജർറ്. ജർറ് ഇസ്മുകൾക്ക് മാത്രമേ വരുള്ളൂ. അതുപോലെ വമിൻഹ മാ തഖുസ്സുൽ അഫ്ആലു ഫഖത്ത് വഹുവൽ ജസ്മ്. ജസ്മ് എന്ന് പറയുന്നത് ഫിഅലുകൾക്ക് മാത്രമേ വരുള്ളൂ. അപ്പോ 4 വിഭാഗമാണ് ഇഅ്റാബുകള്: റഫ്അ്, നസ്ബ്, ജസ്മ്, ജർറ്. അതിൽ ജർറ് ഇസ്മുകൾക്ക് മാത്രം വരുന്നതും ജസ്മ് ഫിഅലുകൾക്ക് മാത്രം വരുന്നതും. ബാക്കി റഫ്ഉം നസ്ബും രണ്ടിനും വരും, അതായത് ഇസ്മുകൾക്കും ആസ് വെൽ ആസ് ഫിഅല്. പിന്നെ വഹുനാക്ക ഹാലാത്തുൻ ഉഖ്റ തതഅല്ലഖു ബിൽ അസ്മാഇ വൽ അഫ്ആലി മഅൻ മിസ്ല റഫ്ഇ വൻ നസ്ബി. അതന്നെ, നസ്ബും റഫും ഫിഅലുകൾക്കും ഇസ്മുകൾക്കും കൂടി വരും. പിന്നെ അതില് ഇനി പറയാൻ പോകുന്നത് അൽ മർഫുആത്ത്. അൽ മർഫുആത്ത്. അപ്പോ മൻസുബാത്ത് നേരത്തെ നമ്മൾ പഠിച്ചു. ഇനി മർഫുആത്താണ് പറയണത്. ഇന്നൽ മർഫുആത്തി, മർഫുആത്ത് ഫിൽ ലുഗത്തിൽ അറബിയ്യ, അറബി ഭാഷയില് തശ്മലു മജ്മുഅത്തൻ മിനൽ കലിമാത്തി സവാഉൻ കാനത് അസ്മാഅൻ ഔ അഫ്ആലൻ തൂഖദു അലാമത്തുർ റഫ്ഇൽ അസ്ലിയ്യ വഹിയ അല്ലമത്തുൽ ളാഹിറ അവൽ മുഖദ്ദറ. അറബി ഭാഷയിൽ മർഫുആത്ത് എന്ന് പറഞ്ഞാൽ അത് പല സെന്റൻസുകളാൽ, പല കലിമത്തുകൾ, പല വാക്കുകൾ അതിൽ ഉൾപ്പെടും. അത് ഒന്നുകിൽ ഇസ്മായിരിക്കും അല്ലെങ്കിൽ ഫിഅലായിരിക്കും മർഫുആത്തിൽ ഉള്ളത്. അതിന്റെ അലാമത്തുർ റഫിന്റെ അതിന്റെ ബേസിക് അലാമത്തുർ റഫ് എന്താണ്? അത് ലമ്മത്തുൽ ലാഹിറാണ്. ലാഹിറായ ലമ്മ അല്ലെങ്കിൽ മുഖദ്ദറായ ലമ്മാണ് റഫിന്റെ അസ്ലിയായ അലാമത്ത്. അതൊന്നുകിൽ ലാഹിറായിരിക്കും, നമുക്ക് നേരെ കൊണ്ട് കാണാം ആ ലമ്മ്, അല്ലെങ്കിൽ അത് മുഖദ്ദറായിരിക്കും. മുഖദ്ദർ എന്ന് പറഞ്ഞാല് അവിടെ ലമ്മാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ഒരവസ്ഥ. അത് പലതുകൊണ്ടായിരിക്കും. ഇപ്പൊ റഫ് ഒക്കെ സങ്കല്പിക്കുക, വാവ് കൊണ്ട് സങ്കല്പിക്കുന്ന അവസരങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ അത് നമ്മൾ പഠിക്കും. അൽ മർഫുആത്ത്, മർഫുആത്ത് എന്ന് പറഞ്ഞാൽ മിനൽ അസ്മായി, അസ്മായിൽ നിന്ന് മർഫുആത്ത്, അസ്മാകളിൽപ്പെട്ട മർഫുആത്ത് ഏതൊക്കെയാണ്? വഹിയൽ ഫായിലു, ഒന്ന് ഫായിലാണ്, നായിബ് ഫായിലാണ്, മുബത്തദ ഖബറാണ്. പിന്നെ ഒമിൻഹ ഇസ്മു കാന വാഹ്വാത്ത്, കാന വാഹ്വാത്ത് അത് മർഫുആത്തിൽ പെട്ടതാണ്. പിന്നെ ഖബർ ഇന്ന വാഹ്വാത്ത്, ഇന്ന വാഹ്വാത്തിന്റെ ഖബർ അത് മർഫുആത്തിൽ പെട്ടതാണ്.
അപ്പൊ മർഫൂഅത്ത് മിനൽ അസ്മാ ഏതൊക്കെയാണ്? ഫായില്, നായിബ് ഫായില്, മുബത്തദ, ഇസ്മു കാന വാഹുവാത്ത്, ഖബർ ഇന്ന വാഹുവാത്ത്. ഇതൊക്കെയാണ് മർഫൂഅത്ത്, ഇസ്മിലെ മർഫൂഅത്ത്. ഇനി അപ്പൊ അതില് അപ്പൊ ഫായില് പറഞ്ഞു, നായിബ് ഫായില് പറഞ്ഞു, മുബത്ത ഖബർ പറഞ്ഞു. അതില് ഇനി ഓരോന്നിന്റെയും വിശദീകരണമാണ്. ഫായില്, ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഫായിലു അത് ഹുവ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. ഫായിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മായിട്ട് ഒരു ഫായില് വരും. തഖദ്ദമഹു ഫിയലുൻ, അതിനു മുമ്പ് ഒരു ഫിയല് കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഈ ഫായിലിന് മുമ്പ് ഒരു ഫിയൽ ഉണ്ടാവും. വേദുല്ലു അത് അറിയിക്കും അല മൻ ഫായല, അത് ആരാണ് ചെയ്തത് എന്ന് അറിയിക്കുന്ന ഒരു ഇസ്മാണ്. ആ പ്രവൃത്തി ആരാണ് ചെയ്തത്? ഔ കാമബിൽ ഫിയലി യതി അൽ ഫായിലു മർഫുഅൻ നഹ്വ. അപ്പോ അത് ആരാണ് ചെയ്തത് എന്ന് അറിയിക്കുന്ന ഒരു ഇസ്മാണ് ഫായിൽ എന്ന് പറയുന്നത്. അൽ ഫായിലു മർഫുഅൻ, മർഫുആണ്, ഫായില് മർഫുആയിരിക്കും. നഹ്വ നജഹ അലിയുൻ, നജഹ അലിയുൻ, അലി ജയിച്ചു. ഇവിടെ നജഹ എന്നുള്ള ഒരു ഫിയല് മുൻകടന്നിരിക്കുന്ന അലിയുൻ ഫായിലാണ്, അലിയാണ് ജയിച്ചത്. അപ്പോ ഈ ഫിയലിന്റെ ആ ഫിയല് ആരുടെ മേലാണോ സംഭവിച്ചത് അത് അവനെയാണ് ഫായിൽ എന്ന് പറയുക, ചെയ്തവൻ, കർത്താവ്. പിന്നെ കത്തബ താലിബു, താലിബ് എഴുതി, വിദ്യാർത്ഥി എഴുതി. അദ്ദർസ, ദർസ് പാഠം, താലിബ് പാഠം എഴുതി. ഇനി അതിന്റെ വിശദീകരണമാണ്. ഉൾവറയില്ല അസ്മാഇല്ലത്തി തഹ്തഹ ഖത്തുൻ, ഈ താഴെ വരയിട്ട ഇസ്മുകളിലേക്ക് നോക്കുക. ഇസ്മുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അലി, താലിബ്, അതാണ് താഴെ വരയിട്ട ഇസ്മുകൾ. ഹിയൽ ഫായിലു, അത് ഫായിലാണ്. ഫി ഹാദിഹിൽ ജുമലി, ഈ ജുംലകളിൽ, ഈ സെന്റൻസുകളിൽ അത് ഫായിലാണ്. കാരണം എന്താ? ലിഅന്നഹ, തീർച്ചയായും അത്, തദുല്ലു, അത് അറിയിക്കുന്നു, അലാമൻ ഫഅല, ആരാണ് ചെയ്തത്, അല്ലെങ്കിൽ ഔ ഖാമ ബിൽ ഫിഅലി, അല്ലെങ്കിൽ ആ പ്രവൃത്തി ആരാണ് ചെയ്തത് എന്ന് അറിയിക്കുന്നു. വനറ, നമ്മൾ കാണുന്നു, അൽ അഫ്ആലല്ലത്തി സബഖത്തിൽ ഫായിലു, അൽ അഫ്ആലുല്ലത്തി സബഖത്ത്, മുൻകടന്ന ഫേലുകളെ നമ്മൾ കാണുന്നു. അൽ ഫായിൽ, ഫായിലിന് മുമ്പുള്ള ഫേലിനെ നമ്മൾ കാണുന്നു. ഇതുപോലെ നജഹ, നജഹ എന്ന ഫേലിനെയും കത്തബ എന്ന ഫേലിനെയും നമ്മൾ കാണുന്നു, മനസ്സിലാക്കുന്നു. അപ്പൊ നജഹ എന്ന ഫേലിനെയും കത്തബ എന്ന ഫേലിനെയും മുൻകടന്നിട്ടുള്ള ഫായിലുകളാണ് ഏത്? അലിയും താലിബും. അതാണ് അതിന്റെ വിശദീകരണം, ഫായിലിന്റെ വിശദീകരണം. ഇനി ഫായില്, യത്തിൽ ഫായില് അല അൻവായ് മുഖ്തലിഫ, പല വിഭാഗങ്ങളായിട്ട് ഫായില് വരും. യത്തിൽ ഫായില് വരും അല അൻവായ് മുഖ്തലിഫ, പല വിഭാഗങ്ങളായിട്ട്. എന്താണ്? യത്തി ഇസ്മൻ സ്വരീഹൻ, നല്ല സ്പഷ്ടമായ ഇസ്മായിട്ട് വരും, സ്പഷ്ടമായ ഇസ്മായിട്ട് വരും. ഉദാഹരണം, ഇന്തസറൽ ജയിച്ചു, സൈന്യം വിജയിച്ചു. ഇവിടെ അൽ ഫായിലുഹുന, ഇവിടെ ഫായില് അൽ ജയ്സ്, ജയ്സ് എന്നുള്ളതാണ് ഇവിടെ ഫായില്. ജാ, അവിടെ പ്രിന്റിങ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്റെ മിസ്റ്റേക്കോ ആയിരിക്കാം. അപ്പൊ ഈ ജാ ഇവിടെ തെറ്റാണ്. അപ്പോ ഇവിടെ ഇന്തസറൽ ജയ്സു, ജയ്സ് വിജയിച്ചു, സൈന്യം വിജയിച്ചു.
ഇവിടെ അൽ ഫായിലുഹുന ജയ്സ്, ജയ്സ് ആണ് ഇവിടെ ഫായില്. ഈ ജയ്സ് ഇസ്മുൻ സരീഹൻ, സ്പഷ്ടമായ ഒരു ഇസ്മാണ് ജയ്സ് എന്നുള്ളത്. മർഫൂൻ, അത് മർഫൂവാണ്. ജയ്സു, ജയ്സു അവിടെ ലമ്പത്ത് കൊണ്ട് റഫ് ചെയ്തിരിക്കുന്നു. അപ്പോ ഫായില് പല വിധത്തിലുണ്ടാവും എന്ന് പറഞ്ഞു. ഒന്ന് സ്പഷ്ടമായ ഇസ്മ, പിന്നെ യത്തി ലമീറൻ ബാരിസൻ, പിന്നെ ലമീറായിട്ട് വരും. ലമീർ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാമായിരിക്കും, പ്രൊനൗൺ. ഒന്ന് ബാരിസ ലമീറായിട്ട് വരും. മിസ്ല ദഹബത്തു ഇല സൂഖി, ദഹബത്തു ഞാൻ പോയി, ഇല സൂഖി അങ്ങാടിയിലേക്ക് പോയി. ഞാൻ ഇവിടെ ദഹബത്തു എന്നതില് ബാരിസായ ലമീർ ഉണ്ട് ഇവിടെ, ഇല സൂഖി. ഇവിടെ അൽ ഫായിലുഹുന താ, ഈ താ ആണ് ഇവിടെ ഫായില്. ദഹബത്തു എന്നുള്ളതിലെ താ. ഫി ദഹബത്തു ലമീർ ബാരിസ്. വകദാലിക യജീഉ ഫായിലൻ, അപ്രകാരം തന്നെ ഫായിലായിട്ട് വരും താ ഉൽ മുഹാത്തബി, മുഹാത്തബിന്റെ താ. ഇവിടെ മുത്തകല്ലിമിന്റെ താ ആണ് ദഹബത്തു എന്നുള്ള എടുത്തു വന്നത്. പിന്നെ മുഹാത്തബിന്റെ താ ആയിട്ട് വരും. അതുപോലെ ദഹബത്തായില സൂഖി, നീ അങ്ങാടിയിലേക്ക് പോയി, നീ അങ്ങാടിയിലേക്ക് പോയി. ഇവിടെ ദഹബത്തു ഞാൻ പോയി, ഇവിടെ ദഹബത്ത നീ പോയി. ഇവിടെയും ലമീർ ബാരിസ് ആണ്, താ ഉൽ മുഹാത്തബ. ഇനി ഇനി അവിടെ ദഹബത്തി എന്നും പറയാം, ദഹബത്ത എന്നും പറയാം, ദഹബത്തി എന്നും പറയാം. ദഹബത്ത എന്ന് പറഞ്ഞാൽ നീ പോയി എന്നുള്ള ഒരു ആണിനോട് മുഹാത്തബാണ്. ദഹബത്തി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയോട് മുഹാത്തബാണ്. അലിഫുൽ ഇസ്നൈനി, നീ ഇസ്നൈനി രണ്ടിനെ സൂചിപ്പിക്കുന്ന അലിഫ്, രണ്ടിനെ സൂചിപ്പിക്കുന്ന അലിഫ്. ദഹബാ, അവർ രണ്ടുപേര് പോയി. ദഹബാ, അവർ രണ്ടുപേര് പോയി. പിന്നെ വാവുൽ ജമാഅത്തി, ജമാഅത്തിന്റെ വാവ് എന്ന് പറഞ്ഞാൽ രണ്ടിലധികം പേരെ സൂചിപ്പിക്കുന്ന അതിന്റെ ആ ലമീർ ദഹബൂ. പിന്നെ നൂനു നിസ്വത്തി, പുല്ലിംഗത്തിന്റെ നൂന്. ഏതുപോലെ ദഹബ, ദഹബ, ദഹബു, ദഹബത്ത്, ദഹബത്ത, ദഹബത്ത, ദഹബിന. അല്ല, ഇവിടെ ദഹബത്ത്, ദഹബത്ത്, ദഹബ, ദഹബ, ദഹബു അത് പുല്ലിംഗാണ്. പിന്നെ ദഹബത്ത്, ദഹബത്ത, ദഹബിന അതാണ് നിസ്വത്തിന്റെ നൂന്. പിന്നെ യാ ഉൽ മുഖാത്തബ്, അപ്പോ നൂനു നിസ്വത്തി സ്ത്രീലിംഗത്തിന്റെ നൂന് ഏതാ? ദഹബിന. ദഹബിന എന്ന് പറയുമ്പോ ദഹബ, ദഹബ, ദഹബു, ദഹബത്ത്, ദഹബത്ത, ദഹബിന, അവിടുത്തെ ആ നൂനാണിത്. അത് ഒരു ലമീറാണ്, ലമീർ ബാരിസാണ്. പിന്നെ യാ ഉൽ മുഖാത്തബ, മുഖാത്തബത്തിന്റെ യാ, അതേതാ? ഇദ്ഹബ്, അതായത് അമ്രുഫിയല് സർഫാക്കുമ്പോഴാണ് ആ യാ ഉൽ മുഖാത്തബ് ഒരു ഇദ്ഹബി, ഒരു സ്ത്രീയോട് പറയുമ്പോഴാണ് ഇദ്ഹബി, നീ പോ എന്നുള്ള അത് വരിക. അപ്പൊ ആ യാ അൽ മുഖാത്തബ ഇവിടെ ലമീർ ബാരിസ് ആണ്. അപ്പൊ ലമീർ ബാരിസ് ഇസ്മു സരീഹ്. പിന്നെ ഏതാ? അപ്പോ പിന്നെ എഴുത്തി ലമീറം മുസ്തത്തിറ, മുസ്തത്തിറായ ലമീറായിട്ട് വരും. മുസ്തത്തിറ എന്ന് പറഞ്ഞാല് അത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണില്ല ആ ലമീർ. മിസ്ല അൽ ഫല്ലാഹു ആദ ഇലൽ ബൈത്തി, അൽ ഫല്ലാഹു, ഫല്ലാഹ്, ആദ അവൻ മടങ്ങി, ഇലൽ ബൈത്തി വീട്ടിലേക്ക്. ഇവിടെ ആദയിൽ ഒരു അവൻ എന്നുള്ള ഒരു ലമീർ ഉണ്ട്.
അതാണ് ലമീർ മുസ്തത്തിർ, മറക്കപ്പെട്ട ലമീർ എന്ന് പറഞ്ഞാൽ മറിഞ്ഞു കിടക്കുന്ന ലമീർ. ശരിക്കും ഈ ലമീർ മടങ്ങുന്നത് ഫല്ലാഹിലേക്കാണ്. ഫല്ലാഹാണ് ഫായില്. പക്ഷെ ഇവിടെ ഈ എഴുത്തിന്റെ ശൈലി അനുസരിച്ച് അൽ ഫല്ലാഹു ആദ ഇലൽ ബൈത്തി, ഫല്ലാഹ് കൃഷിക്കാരൻ, ആദ അവൻ മടങ്ങി എന്ന് പറയുമ്പോൾ അവൻ എന്നുള്ള ഒരു ലമീർ ഇതിലുണ്ട്. ആ ലമീറാണ് ലമീർ മുസ്തത്തിർ ഇലൽ ബൈത്ത്. പുന ആദ, ആദ എന്ന് പറഞ്ഞാൽ ഫിയലും മാലിൻ, മാലിയായ ഫിയലാണ്. മബ്നിയുൻ അലാ അലൽ ഫതഹ്, ഫതഹിന്റെ മേലെ മബ്നിയാണ് എന്ന് പറഞ്ഞാൽ ഫിയല് ഫതഹിന്റെ മേലെ മബ്നിയാണ്. ഫായിലുഹു, അതിന്റെ ഫായില് ലമീറുൻ മുസ്തത്തിറുൻ, ഒരു മുസ്തത്തിറായ ലമീറാണ് അതിന്റെ ഫായില്. തഖ്ദീറുഹു, അതിനെ തഖ്ദീർ ചെയ്യുന്നത് ഹുവ എന്നാണ്. ഹുവ എന്ന് തഖ്ദീർ ചെയ്യപ്പെടുന്ന ഒരു ലമീറാണ് അതിലുള്ളത്. അതാണ് അവിടെ നേരത്തെ ഇസ്മുൻ സരീഹ്. അപ്പോ ഇസ്മു സരീഹ്, പിന്നെ ലമീർ മുസ്തത്തിർ, ലമീർ ബാരിസ്, ഇത് മൂന്നും പഠിച്ചു. ഇനി അടുത്തത് യഹ്സുനു എന്നാണ്. അപ്പൊ ഇവിടെ യഅതി മസ്ദറൻ മുഅവ്വലൻ, മുഅവ്വലായ മസ്ദറായിട്ട് വരും. മിൻ അൻ വൽ ഫിഅലുൽ മുളാരി അല്ലദീ ബഅദഹ, അന്നും മുളാരിയായ ഫിയലും ആ അന്നിന് ശേഷം വരുന്ന മുളാരിയായ ഫിയലും കൂടുമ്പോഴാണ് ഈ മസ്ദർ മുഅവ്വലാവുക. മസ്ദർ എന്ന് പറഞ്ഞപ്പോ നസറ, നസറ സഹായിച്ചു, യൻസുറു സഹായിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കും, നസ്റൻ, നസ്റൻ എന്ന് പറഞ്ഞാൽ സഹായിക്കൽ. അപ്പൊ ഈ നസ്റൻ എന്നാണ് അതിന്റെ മസ്ദർ. നസറയുടെ മസ്ദർ നസ്റ, നസ്ർ, നസ്ർ. അതുപോലെ കാലയുടെ മസ്ദർ കൗല്. അതുപോലെ ജമാഅയുടെ മസ്ദർ ജംഅ. അപ്പോ മസ്ദർ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ജമാഅ യജ്മഉ ജംഅൻ ഫഹുവ ജാമിഉൻ, നസറ യൻസുറു നസ്റൻ ഫഹുവ നാസിറുൻ, ഫതഹ യഫ്തഹു ഫതഹൻ ഫഹുവ ഫാത്തിഹുൻ. അപ്പോ ഈ ഇങ്ങനെയുള്ളതാണ് മസ്ദർ. ആ മസ്ദർ ശരിക്കും മസ്ദർ പറയാതെ മുഅവ്വലായ മസ്ദർ, മുഅവ്വലായ മസ്ദറിനെ എങ്ങനെ ഉണ്ടാക്കുക? അന്നും ആ മുളാരിയ ഫിയലും കൂടി. ഇപ്പൊ ഫതഹൻ എന്നുള്ള ഒരു അർത്ഥം കിട്ടാൻ അൻ യഫ്തഹ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അൻ തഫ്തഹ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ഇവിടെ അൽ മുഹ്സിനു എന്നാണ് ഇവിടെ എഴുതിയുള്ളത്. അൽ മുഹ്സിനു എന്നല്ല, യഹ്സുനു എന്നാണ്. യഹ്സുനു അൻ തജ്തഹിദ, യഹ്സുനു അൻ തജ്തഹിദ, നീ പരിശ്രമിക്കൽ വളരെ നല്ലതാണെന്നാണ്. യഹ്സുനു അൻ തജ്തഹിദ, നീ പരിശ്രമിക്കൽ വളരെ നല്ലതാണ്. ഇവിടെ ഹാദൽ മസ്ദറുൽ മുഅവ്വലു, മുഅവ്വലായ ഈ മസ്ദർ മിൻ അൻ തജ്തഹിദ, അൻ തജ്തഹിദ എന്നതിലെ ആ മുഅവ്വലായ മസ്ദർ ഫി മഹല്ലി റഫിൻ, അത് റഫിന്റെ ഫായിലിൻ, ഫായിലിന്റെ റഫായ ഫായിലിന്റെ സ്ഥാനത്താണ്. എങ്ങനെയാണ് അത് വരിക? യഹ്സുനു എന്ന ഫിയലിന്റെ ഫായിലാണ് അൻ തജ്തഹിദ എന്ന്. അപ്പൊ ഇവിടെ യഹ്സുനു നന്നാവും, അൻ തജ്തഹിദ നീ പരിശ്രമിക്കൽ. അപ്പോ ഈ ഇജ്തഹദ യജ്തഹിദു ഇജ്തിഹാദ്, ഇജ്തിഹാദാണ് ഇവിടെ മസ്ദർ. അപ്പൊ ഇവിടെ യഹ്സുനു അൻ തജ്തഹിദ എന്നതിന് പകരം യഹ്സുനുൽ ഇജ്തിഹാദ്, ഇജ്തിഹാദ് നന്നാവും. അപ്പൊ ഇജ്തിഹാദ് എന്നാണ് ഇവിടെ മസ്ദർ. അതിന്റെ മുഅവ്വലായ മസ്ദർ അൻ തജ്തഹിദയാണ്. അപ്പൊ ഈ അൻ തജ്തഹിദ എന്നുള്ള ഈ മുഅവ്വലായ മസ്ദറാണ് ഈ യഹ്സുനു എന്ന ഫിയലിന്റെ ഫായിൽ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാണ്, അൽ മുഹ്സിനു എന്നല്ല, യഹ്സുനു എന്നാണ്, യഹ്സുനു. പിന്നെ അപ്പൊ അത് റഫിന്റെ സ്ഥാനത്താണ്, ഫായിലിന്റെ സ്ഥാനത്താണ്. ഐ യഹ്സുനു ഇജ്തിഹാദുക,
യഹ്സുനു ഇജ്തിഹാദുക എന്നാണ് അതിന്റെ മസ്ദറിന്റെ രൂപത്തിൽ വരുമ്പോ. ഫല്ലദീ യഹ്സുനു ഹുവ ഇജ്തിഹാദുക. പിന്നെ ഏത് വിധത്തില? ഔ അന്ന വ ഇസ്മുഹ വ ഖബറുഹ വമാ ഇലാ ദാലിക. അന്ന യസുറുനി അന്നക മുജ്തഹിദുൻ. ഇവിടെ അന്നയുടെ ഇസ്മിന് യസുറുനി എന്നെ സന്തോഷിപ്പിക്കുന്നു, അന്നക മുജ്തഹിദുൻ നീ മുജ്തഹിദാണെന്നുള്ള കാര്യം, തീർച്ചയായും നീ മുജ്തഹിദാണെന്നുള്ള കാര്യം എന്നെ സന്തോഷിപ്പിക്കുന്നു. ഇവിടെ എന്തായി? ഇവിടെ യസുറുനി എന്നതാണ് ഫിയല്. ആ എന്നെ എന്നുള്ളത് അപ്പൊ അവിടെ മഫ്ഊലാണ്. യസുറുനി ഇവിടെ ഫായില് വന്നിട്ടില്ല. എന്താണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്? അന്നക്ക മുജ്തഹിദുൻ. ഇതെല്ലാം കൂടിയാണ് ഈ അന്നക്ക മുജ്തഹിദുൻ. ഈ അന്നയും ഇസ്മും അതിന്റെ ഇസ്മും ഖബറും എല്ലാം കൂടിയാണ് ഇവിടെ ഫായിലായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ അന്ന വ ഇസ്മുഹ വ ഖബറുഹ വമാ ഇലാ ദാലിക്. അപ്പൊ അന്നയും അതിന്റെ ഇസ്മും ഖബറും എല്ലാം കൂടി ഉള്ളതാണ് ഇവിടെ ഫായിലായിട്ട് വന്നുള്ളത്. ഇവിടെ അന്നക്ക മുജ്തഹിദുൻ എന്ന ആ ജുംല തന്നെ ആണ് ഇതിന്റെ ഫായിൽ. അങ്ങനെയും വരുന്നു. യസുറുനി എന്നെ സന്തോഷിപ്പിക്കുന്നു, അന്നക്ക മുജ്തഹിദുൻ നീ മുജ്തഹിദാണ്, നീ പരിശ്രമിക്കുന്നവനാണ് എന്നുള്ള കാര്യം എന്നെ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ അൽ മസ്ദർ മുഅവ്വൽ എന്താ? മിൻ അന്നക മുജ്തഹിദുൻ ഐ മിൻ അന്ന വ ഇസ്മുഹ വ ഖബറുഹ ഈ മഹല്ലി റഫിൻ ഫായിലിൻ. ഇതെല്ലാം കൂടി ഫായിലിന്റെ സ്ഥാനത്താണ് റഫാണായി. യസുറുനി ഇജ്തിഹാദുക തന്നെയാണ് ഇവിടെ അതിന്റെ അർത്ഥം. ഇനി ഫായില് എന്നതിന്റെ താരീഫാണ് പറയുന്നത്. അൽ ഫായിലു ഹുവ, അൽ ഫായിലു ഫായിൽ എന്ന് പറഞ്ഞാൽ ഹുവ അത് ഇസ്മുൻ ഒരു ഇസ്മാണ്, തഖദ്ദമഹു അതിന് മുൻകടന്നിരിക്കുന്നു, ഫിയലുൻ മഅറൂഫുൻ ഒരു മഅറൂഫായ ഫിയല്. അത് ഫിയല് മഅറൂഫുണ്ട്, മജ്ഹൂലുണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ മഅറൂഫായ ഫിയല് മുൻകടന്ന് ഇരിക്കുന്നു. മബ്നിയുൻ മബ്നിയായ മഅറൂഫായ ഒരു ഫിയല്. മബ്നി എന്ന് പറഞ്ഞാല് ഇപ്പോ ഫഅല എന്ന് പറയുമ്പോൾ അത് ഫതഹിന്റെ മേല്, മാദിയായ ഫിയല് ഫതഹിന്റെ മേല് മബ്നിയാണ് ആണ് പറഞ്ഞത്. അപ്പോ ഫിയലുൻ മഅറൂഫുൻ മബ്നിയുൻ വയദുല്ലു അലാ മൻ ഫഅല ഔ ഖാമ. വയദുല്ലു അത് അറിയിക്കും, അലാ മൻ ഫഅല ആരാണ് പ്രവർത്തിച്ചത് എന്ന് അറിയിക്കും, ഔ ഖാമ ബിൽ ഫിയലി അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്ത ആരാണെന്ന് അറിയിക്കും. അത് യഅതി മർഫുഅൻ അത് മർഫൂ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇസ്മാണ് ഫായില്. അപ്പൊ അൽ ഫായിലു ഹുവ ഇസ്മുൻ തഖദ്ദമഹു ഫിയലുൻ മഅറൂഫുൻ. ഇവിടെ മഅറൂഫായ ഫിയലെന്ന് അല്ലെങ്കിൽ മഅലൂമുൻ എന്നും പറയുന്നുണ്ട്. അപ്പൊ മഅറൂഫ് എന്ന് പ്രത്യേകം പറയണം, കാരണം ഇവിടെ മജ്ഹൂലായത് അത് അടുത്ത് പറയുന്നുണ്ട് നായിബ് ഫായിലാണ്. അതല്ല, ഇവിടെ ഫിയലും മഅറൂഫുൻ മബ്നിയുൻ വയദുല്ലു അലാ മൻ ഫഅല ഔ ഖാമ ബിൽ ഫിയലി യഅതിൽ ഫായിലു മർഫൂഅൻ. പിന്നെ അടുത്തത് നായിബ് ഫായിലാണ്. അപ്പൊ ഫായില് പറഞ്ഞു നായിബ് ഫായിലാണ്. ഇനി അടുത്ത് നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹുവ ഇസ്മൻ ഒരു ഇസ്മാണ്, തഖദ്ദമഹു ഫിയലും മബ്നിയുൻ ലിൽ മജ്ഹൂലി മജ്ഹൂലായ ഒരു ഫിയൽ അതിന് മുൻകടന്നിരിക്കുന്നു. മജ്ഹൂലായ ഫിയൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫഅല മഅറൂഫായ ഫിയലാണ് അല്ലെങ്കിൽ മാലൂമായ ഫിയലാണ് ഫഅല എന്ന് പറഞ്ഞാൽ. ഈ മഅറൂഫ് മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ മാലൂം മഅറൂഫ് എന്ന് പറഞ്ഞാല് അതിന്റെ പ്രവൃത്തി ചെയ്ത ആളെ അറിയും, അതിനാണ് മഅറൂഫായ ഫിയൽ എന്ന് പറയുന്നത്. മജ്ഹൂലായ ഫിയൽ എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി ചെയ്ത ആളെ അറിയില്ല അല്ലെങ്കിൽ അതിനെ പറയില്ല. അതിനെ പറയാതെ മഫ്ഊലിനെയാണ് ആ ഫായിലിന്റെ സ്ഥാനത്ത് കൊണ്ടുവരിക. അപ്പോഴാണ് അത് നായിബ് ഫായിലാവുന്നത്.
അത് ഇംഗ്ലീഷിൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഉണ്ട്. ഹി ഹി ഈസ് ഹി ടോൾഡ് മീ, ഹി ടോൾഡ് മീ, അല്ലെങ്കിൽ ഹി ഹി ടോൾഡ് മീ, അല്ലെങ്കിൽ ഹി ഹി ടോട്ട് മീ, അല്ലെങ്കിൽ അവൻ എന്നെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. ഹി ടോട്ട് മീ. ഈ അദ്ദേഹം എന്നെ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഹി എന്നുള്ള ഒരു ഫായിൽ അവിടെ ഉണ്ട്, ഒരു സബ്ജക്റ്റ് അവിടെ ഉണ്ട്. ആ സബ്ജക്റ്റിനെ പറയുമ്പോ ഐ ഹാവ് ബീൻ ടോട്ട്, എന്നെ പഠിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഫായിലിനെ പറയുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോ ഐ ടോൾഡ് അല്ലെങ്കിൽ ഹി ടോൾഡ് മീ, അവൻ എന്നോട് പറഞ്ഞു എന്ന് പറയുന്നതിന് പകരം അവൻ ഹി എന്ന ആ ഫായിലിനെ പറയാതെ ഐ ആം ടോൾഡ് അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ടോൾഡ്, എന്നോട് പറയപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ സബ്ജക്റ്റിനെ അവിടെ അറിയില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് മജ്ഹൂലാവുന്നത്. മാറൂഫ് ആവുന്നത് ഹി ടോൾഡ് മീ എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ മാറൂഫാണ്. ഐ ഹാവ് ബീൻ ടോൾഡ് എന്ന് പറയുമ്പോൾ, എന്നോട് പറയപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് മജ്ഹൂലാണ്. അപ്പൊ അങ്ങനെ അതാണ് അതിന്റെ വ്യത്യാസം. അല്ലെങ്കിൽ ശിബ്ഹു അല്ലെങ്കിൽ മജ്ഹൂലിനോട് സാദൃശ്യമുള്ളത്. വഹല്ല മഹല്ലുൽ ഫായിലി, ഫായിലിന്റെ സ്ഥാനത്ത് അത് വരും. ബഅദ ഹദ്ഫിഹി, ആ ഫായിലിനെ കളഞ്ഞിട്ട് ഫായിലിന്റെ സ്ഥാനത്ത് വരുന്ന ആ ഫായിലിന്റെ സ്ഥാനത്ത് വരുന്ന ഒരു ഇസ്മിനെയാണ് നായിബ് ഫായിൽ എന്ന് പറയും. ഫായിലിന്റെ സ്ഥാനത്ത് ഉള്ള ശരിക്കുള്ള ഫായിലിനെ കളഞ്ഞിട്ട് ആ ഫായിലിന്റെ സ്ഥാനത്ത് വരുന്ന ഇസ്മിനെ, അതിനു മുമ്പ് ഒരു മജ്ഹൂലായ ഫിയല് മുൻകടന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള അതിനാണ് ഉദാഹരണം നോക്കുക. മിസാലുല്ലിൽ ഫിയലിൽ മാറൂഫി, മാറൂഫായ ഫിയലിനുള്ള ഒരു ഉദാഹരണമാണ് ഈ പറയണത്. കസ്സറൽ വലതു അസ്സുജാജ, കസ്സറൽ വലതു, വലത് കുട്ടി പൊട്ടിച്ചു, അസ്സുജാജ ഗ്ലാസ് പൊട്ടിച്ചു. കുട്ടി ഗ്ലാസ് പൊട്ടിച്ചു. കസ്സറ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു. അൽ വലതു കുട്ടി. ഇവിടെ അൽ വലതു എന്നുള്ളത് ഫായിലാണ്. ഇവിടെ കസ്സറ എന്നുള്ളത് ഫിയലും മഅറൂഫാണ് അല്ലെങ്കിൽ മഅലൂമാണ്. അൽ വലതു ഫായില്, അസ്സുജാജ് മഫൂല് ബിഹിയാണ്. ഇനി ഇതേ സെന്റൻസ് മജ്ഹൂലിൽക്കാക്കുമ്പോ എന്ന് പറഞ്ഞ നായിബ് ഫായിലിൽക്കാക്കുമ്പോ എന്താ വരിക? മസലുൽ ഫിയലിൽ മജ്ഹൂലി, മജ്ഹൂലിനായ ഫിയലിനുള്ള ഉദാഹരണം കുസ്സിറ സുജാജു. കുസ്സിറ സുജാജു എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പൊട്ടി, ഗ്ലാസ് പൊട്ടി. കുസ്സിറ, ഇവിടെ കസറ പൊട്ടിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ കുസ്സിറ അത് പൊട്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്താ പറയാ, പൊട്ടിക്കപ്പെട്ടു. സുജാജു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പൊട്ടി, ആരാന്നറിയില്ല. അങ്ങനത്തെ സ്ഥാനത്ത് ഈ മഫൂലിനെ പിടിച്ച് ഇവിടെ നായിബ് ഫായിലാക്കാണ്. അപ്പൊ ഇത് ഫായിലിന്റെ സ്ഥാനത്താണ്, ഇതിനും റഫ് തന്നെയാണ് വരിക. ഇവിടെ അസുജാജ ഇവിടെ മാറൂഫായ ഈ സെന്റൻസില് മൻസൂബാണത്, മഫൂലാണ്, മഫൂല് ബിഹിയാണ്. പക്ഷെ അത് നായിബ് ഫായിലാകുമ്പോ കസ്റ എന്ന മാദിയായ ഫീലിനെ, മാദി മഅറൂഫിനെ ഇവിടെ കുസിറാക്കി, മാദി മജ്ഹൂലാക്കി. അസുജാജു ഇവിടുത്തെ മഫൂല് ബിഹിനെ കൊടുത്തിട്ട് ഇവിടെ നായിബ് ഫായിലാക്കി. അതുപോലെ മിസാൽ ഫിഅൽ മഅറൂഫ്, വേറെ ഒരു മഅറൂഫായ ഫീലിന് കറമൽ ഉസ്താദു നാജിഹ, ഉസ്താദ് ബഹുമാനിച്ചു, അൻ നാജിഹ
വിജയിച്ചവനെ ആദരിച്ചു. ഉസ്താദ് വിജയിച്ചവനെ ആദരിച്ചു. അത് നായിബ് ഫായിലിലേക്ക് വരുമ്പോ കുരിമൻ നാജിഹു, നാജിഹ് ആദരിക്കപ്പെട്ടു. ആരെ ആദരിച്ചെന്നില്ല, ഉസ്താദിനെ കളഞ്ഞു. എന്നിട്ട് നാജിഹിനെ അവിടെ ഉസ്താദിന്റെ സ്ഥാനത്ത് കൊടുന്നു. അപ്പോ നാജിഹ് ആദരിക്കപ്പെട്ടു, നായിബ് ഫായിലാണ്. പിന്നെ അൽ ഫിഅലുൽ മബ്നിയുൽ മഅലൂമി ഔ ഫിഅലുൽ മഅറൂഫി, മഅറൂഫായ ഫിഅൽ അല്ലെങ്കിൽ മഅലൂമായ ഫിഅൽ ഹുവൽ ഫിഅലുല്ലദീ യുഅറഫു ഫായിലുഹു, അതിന്റെ ഫായിലിനെ അറിയും, അതാണ് മഅറൂഫായ ഫിഅൽ എന്ന് പറയുന്നത്. വയുദ്കറു സവാഅൻ കാന ഹാദൽ ഫായിലു ളാഹിറൻ ഔ ളമീറൻ, അത് ഈ ഫായില് ലാഹിറാവട്ടെ എന്ന് പറഞ്ഞ സ്പഷ്ടമായി വെളിവായ ഫായിലാവട്ടെ അല്ലെങ്കിൽ ലമീറാവട്ടെ, എന്തായാലും ഫായിലിനെ അറിയപ്പെടുന്ന ഒരവസ്ഥയിലാണ് എന്ത് പറയാ, ഫിഅലും മഅറൂഫ് എന്ന് പറയും. ഇനി അടുത്തത്, അപ്പൊ നമ്മള് ഇപ്പൊ മർഫൂഅത്തിൽ ഇപ്പൊ എന്തൊക്കെ പഠിച്ചത്? മർഫൂഅത്തില് ഫായില് പഠിച്ചു, നായിബ് ഫായില് പഠിച്ചു, പിന്നെ അതെ ഫായില് പഠിച്ചു, നായിബ് ഫായില് പഠിച്ചു, ഫായിലിന്റെ തന്നെ പല രൂപങ്ങൾ പഠിച്ചു. അത് ഇസ്മു സരീഹായിട്ട് വരാം, ലമീർ മുസ്തത്തിറായിട്ട് വരാം, ലമീർ ബാരിസായിട്ട് വരാം, പിന്നെ ലമീർ മുഅവ്വലുൽ മസ്ദറായിട്ട് വരാം, അങ്ങനെ അല്ല മസ്ദർ മുഅവ്വലായിട്ട് വരാം, അങ്ങനെ പലതും. അല്ലെങ്കിൽ ഇന്ന വാഹ്വാത്ത്, കാന വാഹ്വാത്ത്, ഇസ്മു കാന വാഹ്വാത്ത് വരാം, ഇങ്ങനെല്ലാം പഠിച്ചു. ഇനി അടുത്ത മർഫൂഅത്തിൽ പെട്ട മുബ്തദ ഖബറും മർഫൂഅത്താണ്. മുബ്തദയ്ക്കും മർഫൂഅാണ്, മുബ്തദയും മർഫൂഅാണ്, ഖബറും മർഫൂഅാണ്. അൽ മുബ്തദ വൽ ഖബറു, മുബ്തദ ഖബർ എന്ന് പറഞ്ഞാൽ എന്താ? മുബ്തദ എന്ന വാക്കിന്റെ അർത്ഥം തുടങ്ങുന്നത്, ഇബ്തിദ എന്ന് പറഞ്ഞാൽ തുടക്കം, തുടങ്ങുന്നത് എന്നാണ് അർത്ഥം. അപ്പോ ഒരു സെന്റൻസ് തുടങ്ങുന്ന ആ ഇസ്മിനെ മുബ്തദ എന്ന് പറയും, അതിനെ ക്ലോസ് ചെയ്യുന്ന അതിനെ ഖബർ എന്ന് പറയും. അതുപോലെ ഇപ്പൊ ഒരു പേന ഭംഗിയുള്ളതാണ്, ഒരു പേന, ആ പേന ഭംഗിയുള്ളതാണ് എന്ന് പറയുമ്പോ എന്താ വരിക? പേന അൽ കലമു, അൽ കലമു എന്നുള്ള ആ വാക്ക്, ആ ഇസ്മു മുബ്തദയാണ്. ഭംഗിയുള്ളതാകുന്നു എന്നത് അതിന്റെ ആ സെന്റൻസിന്റെ ക്ലോസിംഗ് ആണ്, അപ്പൊ അത് ഖബറാണ്. ഇപ്പൊ ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആണ് അൽ കലമു അൽ കലമു ജമീലുൻ, അൽ കലമു ജമീലുൻ എന്ന് പറയുമ്പോ പേന ഭംഗിയുള്ളതാവുന്നു, മുബ്തദ ഖബർ. അൽ കലമു എന്ന് പറയുന്നതിനും റഫാണ്, ജമീലുൻ എന്ന് പറയുന്നതിനും റഫാണ്, അതാണ് മുബ്തദ. അപ്പൊ ഇസ്മാനി രണ്ട് ഇസ്മാണ്, തതഅല്ലഫു മിൻഹുമാ ജുംലത്തുൻ ഇസ്മിയ, അത് രണ്ടിൽ നിന്നും രണ്ടും കൂടി ഇസ്മിയായ ജുംലയാണ് ഉണ്ടാവുക. മുബ്തദ ഖബർ കൂടുമ്പോ ഇസ്മിയായ ജുംലയാണ് ഉണ്ടാവുക. അൽ മുബ്തദഉ, മുബ്തദ എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യബ്തദു ബിഹിൽ ജുംലത്തുൽ ഇസ്മിയ, ഇസ്മിയായ ജുംല തുടങ്ങുന്ന ആ ഒന്നാണ്, ആ ഒരു ഇസ്മിനാണ് മുബ്തദ എന്ന് പറയാം. അമ്മൽ ഖബറു, പിന്നെ ഖബറോ ഹുവ റുക്നു സാനി, രണ്ടാമത്തെ റുക്കനാണ് ഖബർ. അപ്പൊ ആദ്യത്തെ ഇസ്മിയായ ജുംലയുടെ ആദ്യത്തെ റുക്കന് മുബ്തദയാണ്, രണ്ടാമത്തെ റുക്കന് മിൻ അർക്കാനിൽ ജുംലത്തുൽ ഇസ്മിയ, ഇസ്മിയ ജുംലയുടെ രണ്ടാമത്തെ റുക്കന് ഇതാണ് ഖബർ, അതാണ് ഖബർ. അൽ കിതാബു മുഫീദുൻ, കിതാബ് പുസ്തകം, മുഫീദുൻ നല്ല ഫലപ്രദമാണ്. ഇവിടെ കിതാബ് മുബ്തദയാണ്, മുഫീദ് ഖബറാണ്. ഹുന ഫി ഹാദിഹിൽ ജുംലത്തി
കലിമത്ത് അൽ കിതാബ് മുബ്തദ വ കലിമത്ത് മുഫീദ് ഖബർ. പിന്നെ അൽ അസ്ലു ഫിൽ മുബ്തദ വൽ ഖബരി അർ റഫ്. റഫാണ് മുബ്തദ ഖബറിന്റെ ബേസിക് ഇഅ്റാബ്. ഇല്ലാ ഇദാ ദഖല അലൈഹിമാ, അതിന്മേൽ കടന്നാലൊഴികെ, മാ യൻസഹു ഹുക്മുഹാ, അതിന്റെ രണ്ടിന്റെയും ഹുക്കുമിനെ ഇല്ലാതാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങള് അതിന്മേൽ വന്നാലൊഴികെ. അപ്പൊ വന്നാൽ ഈ റഫ് നമുക്ക് കാണില്ല എന്നാ പറയുന്നത്. അപ്പൊ വൽ അസ്ലു ഫിൽ മുബ്തദഇ, മുബ്തദയിലെ അസ്ല അയ്യക്കൂന, അത് ആവലാണ് മാരിഫത്തൻ കമാ റഅയ്നാ ഫിൽ മിസാലി സാബിഖി. അപ്പോ മുബ്തദായ ഒരു ഇസ്മ അത് ആവണം മാരിഫത്തൻ, മാരിഫായ ഇസ്മാവണം, ഇസ്മ മാരിഫ ആവണം. കമാ റഅയ്ന, നമ്മൾ മനസ്സിലാക്കിയതുപോലെ, ഫിൽ മിസാലി സാബിഖി, കഴിഞ്ഞ ഉദാഹരണത്തില് നമ്മൾ മനസ്സിലാക്കി എന്ത്, അൽ കിതാബു. അൽ കിതാബു എന്ന് പറയുന്നത്, അൽ കിതാബു മുഫീദുൻ എന്നുള്ള ഈ സെന്റൻസില് അൽ കിതാബ് എന്നുള്ളത് മാരിഫയാണ്, മാരിഫായ ഇസ്മാണ്. അപ്പൊ ഒരു മാരിഫായ ഇസ്മ ആയിരിക്കണം മുബ്തദ എന്നാ പറയുന്നത്. അപ്പൊ മുഫീദുൻ അത് ഭംഗിയുള്ളതാണ്. അപ്പോ പിന്നെ വയഖഉ നക്കിറത്ത്, അത് നക്കിറായിട്ട് വരും. ഫി ബഅദിൽ അഹ്വാലി, ചില അവസരങ്ങളിൽ നക്കിറായിട്ടും വരും. അയ്യക്കൂന അൽ ഖബറു, ഖബർ ആകും ജാറൻ വ മജ്റൂറൻ, ജാർ മജ്റൂറാവും. ഔ ലർഫൻ, അല്ലെങ്കിൽ ലർഫാവും. മിസ്ല ഫിൽ മുസാബഖത്തി, ഫിൽ മുസാബഖത്തി മുനാഫിസുൻ ഖവിയ്യുൻ. ഫിൽ മുസാബഖത്തി, ഫിൽ മുസാബഖത്തി എന്ന് പറഞ്ഞാല് മത്സരത്തിൽ, മുനാഫിസുൻ ഖവിയ്യുൻ, മത്സരത്തിലുണ്ട്. മുനാഫിസുൻ ഖവിയ്യുൻ, ഒരു ശക്തനായ മുനാഫിസ്, ഒരു മത്സരാർത്ഥി ഉണ്ട് എന്നുള്ള അർത്ഥം വരും. ഇവിടെ എന്തായി, ഫിൽ മുസാബഖത്തി, ഫിൽ മുസാബഖത്തി എന്നുള്ളത് ജാർ മജ്റൂറാണ്. ഇത് ശരിക്ക് ഖബറാണ്. മുനാഫിസുൻ ഖവിയ്യുൻ എന്നുള്ളതാണ് ഇവിടെ മുബ്തദ. അപ്പോ മുനാഫിസുൻ ഖവിയ്യുൻ, മുനാഫിസുൻ ഖവിയ്യുൻ, ഒരു ശക്തവാനായ ഒരു മുനാഫിസ് ഉണ്ട്. ഫിൽ മുസാബഖത്തി, മത്സരത്തിൽ ഉണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോ ജാർ മജ്റൂറായി ഖബർ. അയ്യക്കൂനൽ ഖബർ ജാറൻ വ മജ്റൂറൻ, ഖബർ ജാർ മജ്റൂർ ആകുന്ന അവസരത്തില് ഈ മുനാഫിസ് എന്നുള്ളത് നെക്കിറായി സംഭവിക്കും. അതായത് ഖബർ ജാർ മജ്റൂർ ആവുമ്പോ എന്ന് പറഞ്ഞാൽ ഫിൽ മുസാബഖത്ത് എന്നുള്ളത് ഇവിടെ ജാർ മജ്റൂർ ആണ്. ഫി ജറിന്റെ ഹർഫാണ്. അപ്പൊ ഫിൽ മുസാബഖത്ത് ജാർ മജ്റൂർ ആണ്, അത് ഖബറാണ്. അപ്പോ ഇതിന്റെ മുബ്തദ മുനാഫിസ് എന്നുള്ള ഈ മുബ്തദ നക്കിറായി. അപ്പൊ സാധാരണ നിലയ്ക്ക് മുബ്തദ മാരിഫ ആവണം. പക്ഷെ ഇങ്ങനെയുള്ള അവസരത്തില് നക്കിറാവുന്ന പറഞ്ഞ. അതിന്റെ വേറൊരു ഉദാഹരണമാണ് എന്തൊക്കെ മജിദുൻ. എന്തൊക്കെ ഇവിടെ ലർഫാണ്. എന്തൊക്കെ എന്ന് പറയുമ്പോ ലർഫാണ്, നിന്റെ അടുത്ത്, ഇത് ലർഫാണ്. അപ്പൊ ലർഫ് വരുമ്പോൾ ഇവിടെ കണ്ട ജാറൻ മജ്റൂറൻ വ മജ്റൂറൻ ഔ ലർഫൻ, ലർഫൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലർഫ് വരുമ്പോഴും ഇവിടെ ഇന്ദക്ക എന്നുള്ളത് ഖബറാണ്, മജിദുൻ എന്നുള്ളത് മുബ്തദയാണ്. അപ്പൊ അത് മനസ്സിലാകേണ്ടതെന്ന് വിചാരിക്കണം. ഇവിടെ കാനൽ ഖബറു, ഈ ഖബറു ഇവിടെ വേണ്ട. ഔ കാന ആമൻ, അല്ല ഈ മുബ്തദ ആമായാൽ വക്കാബാദൻ നഫി, നഫിക്ക് ശേഷം സംഭവിക്കുന്ന ഒരു ആമായ കാര്യം, ഒരു പൊതുവെയുള്ള ഒരു
കാര്യമാണെങ്കിൽ അവിൽ ഇസ്തിഫാം, ഇസ്തിഫാമിന് ശേഷം സംഭവിക്കുന്ന ഒരു പൊതുവായ കാര്യമാണെങ്കിൽ അപ്പോഴും മുബ്തദ നക്കിറാവുന്ന പറഞ്ഞു. ലാ മുജ്തഹിദുൻ ഫി സഫിന, ഒരു മുജ്തഹിദ് ഇല്ല ഫി സഫിന, നമ്മുടെ സഫില്, നമ്മുടെ ക്ലാസ്സിലെ ഒരു മുജ്തഹിദ് ഇല്ല. അപ്പോ ഇവിടെ ലാക്ക് ശേഷം, ലാ എന്ന നഫിയുടെ ഹർഫിന് ശേഷം മുജ്തഹിദ് വന്നു. അപ്പൊ ഇവിടെ ഈ ഖബർ, കാനൽ ഖബർ എന്നുള്ളത്, ഈ ഖബർ ഇവിടെ വെട്ടിക്കളയാം നമുക്ക്. ഔ കാന ആമൻ, അല്ലെങ്കിൽ ഒരു പൊതുവായ കാര്യമുണ്ടാവുക, വക്കാബാദ നഫി, നഫിക്ക് ശേഷം അവിൽ ഇസ്തിഫാം, അപ്പോഴും ഇസ്തിഫാമിന് ശേഷമോ നഫിയുടെ ഹർഫിന് ശേഷമോ വരുന്ന ഒരു പൊതുവായ ഒരു കാര്യം മുജ്തഹിദ് എന്നുള്ളത്. മുജ്തഹിദ്, അപ്പൊ ലാ മുജ്തഹിദുൻ ഫി സഫിന, നമ്മുടെ ക്ലാസ്സിൽ ഒരു മുജ്തഹിദ് ഇല്ല എന്നുള്ള അർത്ഥം വരും. അപ്പൊ ഈ മുജ്തഹിദ് എന്നുള്ള ഈ വാക്കിവിടെ ഈ മുബ്തദ എന്താണ്, നെക്കിറയാണ്. അപ്പൊ നെക്കിറ ഏതെല്ലാം അവസരത്തിൽ വരും എന്നാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു മുജ്തഹിദ് മുബ്തദയാണ്, അത് ലാക്ക് ശേഷം വന്നതുകൊണ്ട് ഇവിടെ മുജ്തഹിദ് എന്നുള്ളത് നെക്കിറായിട്ട് ഉപയോഗിച്ചു. ഫി സഫിന, നമ്മുടെ ക്ലാസ്സിൽ എന്നുള്ളത് ഖബറാണ്. പിന്നെ ഇസ്തിഫാമിന് ശേഷം വരുമ്പോഴും അങ്ങനെ മുബ്തദ നെക്കിറാവും. അതിന് ഉദാഹരണമാണ് ഹൽ ഗരീബുൻ, ഒരു ഗരീബ്, ഒരു സ്ട്രെയിഞ്ചർ ഉണ്ടോ, ഹുന, ഇവിടെ, സ്ട്രെയിഞ്ചർ ഹുന. അപ്പൊ സ്ട്രെയിഞ്ചർ ഈസ് ഹിയർ എന്ന് പറയുമ്പോൾ സ്ട്രെയിഞ്ചർ എന്നുള്ളത് ഒരു മുബ്തദയാണ്. ഗരീബ്, ഗരീബ് എന്നുള്ളത് ആ വാക്ക് നെക്കിറയാണ്. കാരണം ഒന്നുകിൽ മാരിഫ ആക്കണമെങ്കിൽ അൽ ഗരീബ് എന്നിടണം, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഏതെങ്കിലും സ്ഥലത്തിന്റെ പേരോ അല്ലെങ്കിൽ ആളുടെ പേരോ ഒക്കെ ആയിരിക്കണം, അപ്പോഴേ മാരിഫ ഉള്ളൂ. ഇവിടുത്തെ ഗരീബ് നെക്കിറയാണ്. അപ്പോൾ ഇസ്തിഫാമിന് ശേഷം വന്നതുകൊണ്ട് അത് നെക്കിറ ആവാം. ഹുന ഹൽ ഗരീബുൻ ഹുന. പിന്നെ ഔകാന ഹാസൻ, അപ്പോൾ നേരത്തെ ആമൻ എന്ന് പറഞ്ഞു, ഇവിടെ ഹാസൻ. ബി അൻ വുസിഫ ഔ ഉദീഫ, ഒന്നുകിൽ വസ്ഫ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ മുബ്തദിനെ വിശേഷിപ്പിക്കുമ്പോഴും അവിടെ നെക്കിറാവാം. ഇവിടെ താലിബും മുജ്തഹിദും, താലിബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി, നെക്കിറയാണ്. മുജ്തഹിദുൻ, താലിബും മുജ്തഹിദുൻ എന്നുള്ള ഈ താലിബിനെ മുജ്തഹിദായിട്ട് വിശേഷിപ്പിച്ചു. അപ്പോഴും ഇവിടെ ഈ മുബ്തദ നെക്കിറായിട്ട് വരാം എന്ന് പറഞ്ഞു. മുഖബിലുൻ വരുന്നുണ്ട്, ഒരു മുജ്തഹിദായ താലിബ് വരുന്നുണ്ട് എന്ന്, മുഖബിൽ. പിന്നെ ഇനി ഇത് വസ്ഫിന് ഉദാഹരണമാണ്, വിശേഷണത്തിന് ഉദാഹരണമാണ്. പിന്നെ നായിബു അമീറിൻ ഖാദിമുൻ, നായിബു അമീർ, നായിബു അമീർ എന്ന് പറഞ്ഞാല് അമീറിന്റെ സ്ഥാനത്ത്, അമീറില്ലാത്ത സമയത്ത് അമീറിന്റെ ചുമതലകൾ വഹിക്കുന്ന ആളെയാണ് നായിബു അമീർ എന്ന് പറയാം. ഇപ്പൊ നായിബു ഇമാം, ഒരു പള്ളിയിലെ നായിബു ഇമാം എന്ന് പറഞ്ഞാൽ ആ മെയിൻ ഇമാം ഇല്ലാത്ത സമയത്ത് ആ ഇമാമിന്റെ പിന്നെ ഡ്യൂട്ടി ചെയ്യുന്ന ആളെ നായിബു ഇമാം എന്ന് പറയും. അതുപോലെ ഇവിടെ നായിബു അമീർ, അമീറിന്റെ നായിബ് ഖാദിബൻ വരുന്നുണ്ട്, ഇവിടെ ഇലാഫത്ത് ചെയ്തു. ഇവിടെ നായിബു അമീർ, അമീറിന്റെ നായിബ് ഇവിടെ ഇലാഫത്ത് ചെയ്തു. അപ്പൊ അങ്ങനെയും ആ സമയത്തും മുബ്തദ നെക്കിറായിട്ട് വരാമെന്നാ പറയുന്നത്. പിന്നെ അൽ ഖബറു യുതാബിഖുൽ മുബ്തദ ഫിൽ ഇഫ്രാദി വത്തസ്നിയത്തി വൽ ജംഇ വത്തദ്കീരി. ഖബറ് യുതാബിഖുൽ മുബ്തദ, മുബ്തദയോട് യോജിക്കണം. ഫിൽ ഇഫ്രാദി,
അതിന്റെ ഇഫ്രാദില് എന്ന് പറഞ്ഞാൽ മുബത്തദ സിംഗിൾ ആണെങ്കിൽ ഖബറും സിംഗിൾ ആവണം. വത്തസ്നിയത്തി ഡുവൽ ആണെങ്കിൽ ഖബറും ഡുവൽ ആവണം. വൽ ജമ്മി ജമ്മില് മുബത്തദ ജമ്മാണെങ്കിൽ ഖബറും ജമ്മാവണം. വത്തദ്കീരി ദക്റാവണം എന്ന് പറഞ്ഞാൽ പുല്ലിംഗ് ആവണം. മുബത്തദ പുല്ലിംഗ് ആണെങ്കിൽ ഖബറും പുല്ലിംഗ് ആവണം. തൗനീസി അതുപോലെ സ്ത്രീലിംഗ് ആണെങ്കിൽ അങ്ങനെ. ഇവിടെ ഉദാഹരണം നോക്കുക. താലിബു ഹാദിറുൻ, ദ സ്റ്റുഡന്റ് ഈസ് പ്രസന്റ്. ഹാദിറുൻ അത്താലിബു സ്റ്റുഡന്റ്, ഹാദിറുൻ ഹാദിറാണ്. ഇവിടെ ഏകവചനാണ് അത്താലിബു ഹാദിറുൻ എന്നായി. ഇനി ഇവിടെ പുല്ലിംഗ് ആണ്. താലിബു ഹാദിറുൻ പുല്ലിംഗ് ആണ്, ഏകവചനാണ്. അത്താലിബത്തു താലിബത്ത് ഹാദിറത്തുൻ, താലിബത്ത് ഇവിടെ സ്ത്രീലിംഗ് ആണ്, ഹാദിറത്തുൻ. പിന്നെ അൽ വലദാനി ജാലിസാനി, വലദാനി രണ്ട് കുട്ടികള്, ജാലിസാനി ഇരിക്കുന്നവരാണ്. അൽ ബിന്ദാനി ജാലിസത്താനി രണ്ട് പെൺകുട്ടികള് ഇരിക്കുന്നവരാണ്. അൽ മുഅ്മിനൂന ഇവിടെ ജമ്മാണ്. അൽ മുഅ്മിനൂന ഖാശിഊന, അൽ മുഅ്മിനാത്തു ഖാശിആത്തുൻ, മുഅ്മിനാത്ത് ഖാശിആത്താണ്. അപ്പൊ അത് മനസ്സിലായിണ്ടാവും. അപ്പൊ ഇനി മുബ്തദ ഖബർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ യഖഉൽ ഖബറു മുഫ്രദ, ഇനി ഖബർ മുഫ്രദായിട്ട് വരും. വഹുവ മാ ലൈസ ജുംലത്തൻ ഔ ശിബ്ഹ ജുംലത്തിൻ മിസ്ല അൽ-അമീറു ആദിലുൻ. ويقول الخبر جملة اسمية أو فعلية مثل العلم فائدته كبيرة. അപ്പോൾ ഖബർ മുഫ്രദായിട്ട് വരും ചില സമയങ്ങളിൽ. മാലൈസ ജുംലത്തന്നാവും ശിബഹ ജുംല, ജുംല അല്ല ശിബഹ ജുംല അല്ലാത്ത അൽ-അമീറു ആദിൽ എന്നുള്ളത് നേർക്ക് നേരെ മുഫ്രദായിട്ട് വരും. പിന്നെ വയഖഉൽ ഖബർ ജുംലത്തൻ ഇസ്മിയ ഫിഅലിയ, ഇസ്മിയ ജുംലയായിട്ടും വരും, ഫീലിയ ജുംലയായിട്ടും വരും. അതെങ്ങനെ? ഉദാഹരണം നോക്കുക. അൽ-ഇൽമു അറിവ്, ഫായിദത്തുഹു അതിന്റെ ഗുണം, കബീറത്തുൻ വളരെ വലുതാണ്. അപ്പൊ അൽ-ഇൽമു എന്നുള്ളത് മുബത്തദയാണ്, അതിന്റെ ഖബറാണ് ഫായിദത്തുഹു കബീറത്തുൻ എന്നുള്ള ഇസ്മിയ ജുംലയാണ് ഇവിടെ ഈ അൽ-ഇൽമുവിന്റെ ഖബർ. ശരിക്കും ഇവിടെ ഫായിദത്തുഹു കബീറത്തുൻ എന്നുള്ളത് ഒരു മുബത്തദ ജുംല ഖബർ കൂടിയ ഒരു ഇസ്മിയ ജുംലയാണ്. പക്ഷെ ആ ഇസ്മിയ ജുംല ഈ മുബത്തദയുടെ ഖബറാണ് അൽ-ഇൽമുവിന്റെ. പിന്നെ റാഷിദുൻ ഇവിടെ ഫിഅലിയ ജുംലയുടെ ഉദാഹരണമാണ് പറയുന്നത്. റാഷിദുൻ റാഷിദ്, യുഹിബ്ബുൽ യുഹിബ്ബു തുഫാഹ, റാഷിദ് ആപ്പിൾ വളരെ ഇഷ്ടമാണ്. യുഹിബ്ബു തുഫാഹ ഇവിടെ ഒരു ഇസ്മിയ ജുംലാണ്. യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു, തുഫാഹ ആപ്പിള്. ഇവിടെ ഇത് ഫിഅലും ഫായിലും മഫൂലും ഒക്കെ ഉണ്ട്. അപ്പോ ഈ റാഷിദുൻ എന്ന മുബത്തദയ്ക്ക് ഖബറാണ്. അപ്പോ ഇത് ഈ ജുംല യുഹിബ്ബു തുഫാഹ എന്നുള്ള ഈ ജുംല റാഷിദുൻ എന്നുള്ളത് മുബത്തദയുടെ ഖബറാണ്. അങ്ങനെയും വരാം. യുസ്തർതു ഫി ഹാദൽ ഖബരി, ഈ ഖബറിൽ ഷർത്താക്കപ്പെടും അൻ യഹ്തവിയ അലാ ളമീരിൻ, ഒരു ലമീർ ഉണ്ടാവല്, യഊദു അലൽ മുബത്തദ മുബത്തദയിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ വേണം എന്നുള്ളത് നിർബന്ധമാണ്. ഇതുപോലെ റാഷിദുൻ റാഷിദ്, യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു, അവൻ ഇഷ്ടപ്പെടുന്നു. ഈ അവൻ എന്നുള്ള ആ ലമീർ ഇത് മുസ്തത്തിറായ ലമീറാണ്. യുഹിബ്ബുലുള്ള മുസ്തത്തിറായ ഈ ലമീർ, ഒരു ലമീർ ഉണ്ടാവണം. ഈ റാഷിദ് എന്ന മുബത്തദയിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ് ഫിഅലിയ ജുംലയിൽ. യഊദു അലൽ മുബത്തദ വയഖഉൽ ഖബർ, ഇനി ഖബർ വരും ലർഫൻ, ലർഫായിട്ട് വരും. ഔ ജാറൻ വ മജ്റൂറൻ, ജാർ മജ്റൂറായിട്ടും വരും. മിസ്ല ഉദാഹരണം അൽ അസ്മാക്കു മത്സ്യങ്ങള്,
തഹത്തൽ മാ ഈ വെള്ളത്തിന്റെ അടിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ തഹത്തൽ മാ ഈ എന്നുള്ളത് ഈ ഇതൊരു ലർഫാണ്. തഹത്ത എന്നുള്ളത് ലർഫാണ്, പ്രിപ്പോസിഷൻ. ഇതൊരു ലർഫാണ്. അൽ മാ ഇ, തഹത്തൽ മാ ഇ വെള്ളത്തിന്റെ അടിയിൽ. അൽ അസ്മാക്കു മത്സ്യങ്ങൾ. അപ്പൊ ഈ അൽ അസ്മാക്കു എന്നുള്ള മുബത്തയുടെ ഖബറാണ് തഹത്തൽ മാ ഇ എന്നുള്ളത്. അപ്പൊ ലർഫായിട്ട് വന്നു. ഇനി ശുബ്ഹ്, ഇനി എന്താ? ജാർ മദ്റൂർ, ജാർ മദ്റൂർ ആയിട്ടും വരുന്നു. അൽ ജുന്ദിയോ പട്ടാളം കാരൻ, കൽ അസദി അസദിനെ പോലെയാണ്. ഈ കാഫ് ഇവിടെ ജറിന്റെ ഹർഫാണ്. കൽ അസദി എന്നുള്ളിടത്തെ കാഫ് ജറിന്റെ ഹർഫാണ്. അപ്പോ അവിടെ ജാർ മദ്റൂർ ആയിട്ട് വന്നു. അപ്പൊ അൽ ജുന്ദിയോ മുബത്തദ, കൽ അസദി സിംഹത്തെ പോലെയാണ്, ജാർ മദ്റൂറാണ്. ഇനി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അൽ മുബത്തദ വൽ ഖബറു, മുബത്തദ ഖബർ എന്ന് പറഞ്ഞാൽ ഇസ്മാനി, രണ്ട് ഇസ്മാണ്, നൗൺസ് ആണ്. തതഅല്ലഫു മിൻഹുമ, അതിൽ നിന്നുണ്ടാവും ജുംലത്തുൻ ഇസ്മിയ, ഇസ്മിയ ജുംല ഉണ്ടാവും. പിന്നെ അൽ മുബ്തദു, മുബ്തദ എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യബ്തദു ബിഹിൽ ജുംലത്തുൽ ഇസ്മിയ. മുബ്തദ എന്ന് പറഞ്ഞാൽ ഇസ്മിയ ജുംല തുടങ്ങുന്ന ആ കലിമത്തിനാണ് മുബ്തദ എന്ന് പറയുന്നത്. ആ ഇസ്മിനാണ് മുബ്തദ എന്ന് പറയുന്നത്. അൽ ഖബറു, ആ ഖബർ ഹുവ റുക്നു സാനി മിൻ അർക്കാനിൽ ജുംലത്തിൽ ഇസ്മിയ, ഇസ്മിയ ജുംലയുടെ രണ്ടാമത്തെ റുക്കനാണ് ഖബർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ റുക്കിന് മുബത്തദയാണ്, രണ്ടാമത്തെ റുക്കിന് ഖബറാണ്. അപ്പൊ ഇത്രയാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ. കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്. എല്ലാവരും പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ സെമസ്റ്ററുകളിലേക്കും ഇത് ഇമ്പോർട്ടന്റ് ആണ്. നഹ്വ് എന്ന് പറഞ്ഞാല് നഹ്വില്ലാതെ അറബിയിൽ ഒരു കാര്യം സാധിക്കില്ല. അറബിയിലെന്നല്ല, ഒരു ഭാഷയിലും നമുക്ക് ആ ഭാഷ കൈകാര്യം ചെയ്യണമെങ്കിൽ ഗ്രാമർ വളരെ പ്രധാനമാണ്, അറബിയിൽ പ്രത്യേകിച്ചും. കാരണം ഒരു വാക്കിന്റെ ഹർക്കത്ത് തെറ്റിയാല് അർത്ഥം വളരെ മാറിപ്പോകുന്ന അവസരങ്ങളുണ്ട്. അപ്പൊ ഖുർആനിലും അങ്ങനെ അതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഹർക്കത്ത്, അതിന്റെ ഏറാബ് വളരെ പ്രധാനമാണ്. അതിന് ഈ ഗ്രാമർ നല്ലോണം പഠിക്കുക തന്നെ വേണം. അസ്സലാമു അലൈക്കും. എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോഴേ എനിക്ക് കൂടുതൽ ഒരു ഉന്മേഷം ഇതൊക്കെ ഇനിയും ചെയ്യാനുണ്ടാവുള്ളൂ. അടുത്തത് നമുക്ക് പിന്നെ ഇപ്പൊ മർഫുആത്ത്, ഇനി മജ്റൂറാത്ത് വരും. മജ്റൂറാത്താണോ? മജ്റൂറാത്ത് വരുന്നുണ്ട്. അതെ, യൂണിറ്റ് 3 വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ ഉണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.